അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുൽഫത്ത് വീണ്ടറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മൾ പച്ചക്കറികൾക്കായാലും പൂച്ചെടികൾക്കായാലും ഫ്രൂട്ട്സിനായാലും പൂവിടാനും നന്നായിട്ട് കായ ഉണ്ടാകാനൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ജൈവ വളത്തെ പറ്റിയാണ്. അപ്പം നമുക്ക് എല്ലാവരും പ്രശ്നം എന്ന് വെച്ചാൽ ചെടി പൂക്കണില്ല, പൂവിട്ടാൽ തന്നെ കായ പിടിക്കണില്ല, കായകൾക്ക് വലിപ്പമൊന്നും കിട്ടണില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ കൃഷി ചെയ്യണവർക്ക് ഇടയിലുള്ളത്. അപ്പം നമുക്കിതെന്ന് വെച്ചാൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. അപ്പം ഇതിൻ്റെ പേരാണ് എഗ് അമിനോ ആസിഡ്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് എഗ് അമിനോ ആസിഡ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പം അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതേപോലത്തെ ഒരു ടിന്ന്, നമുക്ക് ഇതിൻ്റെ ചെറിയ ടിന്നായാലും കുഴപ്പമില്ല. പിന്നെ ഇത് ഒരു 15 ചെറുനാരങ്ങയുടെ നീരാണ്. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടാ. ചെറുനാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് കുരുവൊക്കെ മാറ്റിയതാണ്. പിന്നെ നമുക്ക് മുട്ട ഞാനിപ്പോൾ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് നാരങ്ങയുടെ അളവനുസരിച്ച് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ മാത്രം മതി. പിന്നെ നമ്മ ഈ മുട്ടയും ചെറുനാരങ്ങ നീരും കൂടെ ഇട്ട് വെച്ചിട്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ ഒരു മുട്ടക്ക് 30 ഗ്രാം ശർക്കര എന്ന രീതിയിൽ നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കണം. അപ്പം അതിൻ്റെ വീഡിയോ ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ വീഡിയോ കാണിച്ചേക്കാം. അപ്പം നമുക്കിതെങ്ങനെയാണ് ഇടേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം നമുക്കൊരു 3 മുട്ട ഇടാം. മുട്ട നമ്മൾ പൊട്ടിക്കൊന്നും വേണ്ട കേട്ടോ. മുഴുവനെ പാടെ തന്നെയാണ് മുട്ട ഇടേണ്ടത്. മുട്ടയൊക്കെ നന്നായിട്ട് പൊട്ടി ചെറുനാരങ്ങ നീരൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ചോളൂ. നമുക്കൊരു 3 മുട്ടയാണ് നമ്മൾ ഇട്ടേക്കണത്. നമുക്ക് ഇതിൽ കൂടെ നമുക്ക് ഒരു മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ 4 മുട്ട ഇട്ടിട്ടുണ്ട്. കണ്ട, 4 മുട്ട നന്നായിട്ട് മുങ്ങി തന്നെ കിടക്കുന്നുണ്ട്. നമുക്കിനി നന്നായിട്ട് അടച്ചു വെക്കാം. അടച്ച് നന്നായിട്ട് ഒന്നും ചെയ്യൊന്നും വേണ്ട കേട്ടാ. നമ്മൾ ഒരു 15 ദിവസം കഴിയുമ്പോൾ ശർക്കര ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ 15 ദിവസത്തെ എഗ് അമിനോ ആണ്. അപ്പം നമ്മൾ 5 മുട്ടയാണ് എടുത്തിരുന്നത്. അപ്പം 5 മുട്ടക്ക് ഒരു മുട്ടക്ക് 30 ഗ്രാം ശർക്കരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം 5 മുട്ടക്ക് 150 ഗ്രാം ശർക്കര. അതിപ്പോൾ ഞാൻ പാനിയാക്കി വച്ചിട്ടുണ്ട്. കണ്ട, ഈ പാനിയാക്കിയ ശർക്കര നമ്മൾ 15 ദിവസങ്ങൾക്ക് ശേഷം ഇതിൽ കണ്ട. ഇനിയിപ്പോൾ നല്ല സ്മെല്ല് തന്നെയാണ് കേട്ടോ. ചെറുനാരങ്ങ നീരും മുട്ടയും മാത്രമാണ്. നല്ല സ്മെല്ല് തന്നെയാണ്, വേറെ സ്മെല്ല് വ്യത്യാസമൊന്നുമില്ല. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണേണ്. ഇനിയിപ്പോൾ നമുക്കിതൊരു 10 ദിവസം കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് എടുക്കാം. കണ്ട, ഇതേപോലത്തെ നന്നായിട്ട് നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാനും ഈ തോടുകളും എല്ലാം പൊടിഞ്ഞിട്ട് എല്ലാം ഇതിൽ ലയിച്ച് ചേർന്നിട്ടുണ്ടാവും. നമുക്കിനി തരിച്ച് ഈ 10 ദിവസം കഴിയുമ്പോൾ കുപ്പിയിലാക്കിയാൽ മതി. 15 ദിവസം കഴിഞ്ഞ് ശർക്കര ചേർത്ത് ഇപ്പം 25 ദിവസമായിട്ടുള്ള എഗ് അമിനോ ആസിഡാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനിയിപ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 25 ദിവസമാണ് നമുക്കിത് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ 15-ാം ദിവസം ശർക്കര ചേർത്തിട്ട് 25-ാം ദിവസം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുള്ള എഗ് അമിനോ ആസിഡാണ്. ഇതാണ് ഇപ്പോൾ നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അരിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്പ്രേയറിലൊക്കെ തടയും. എല്ലാവരും നന്നായിട്ട് തന്നെ അലിഞ്ഞ് തോടും മുട്ടത്തോടും ചെറുനാരങ്ങ നീരൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. യാതൊരുവിധ സ്മെല്ലൊന്നുമില്ല. നമുക്ക് നല്ല സ്മെല്ലാണ് ഇതിന്. പിന്നെ ചെടികൾക്കൊക്കെ നന്നായിട്ട് പൂവും കായും എല്ലാം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ 25 ദിവസമായ എഗ് അമിനോ ആസിഡാണിത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് അരിച്ച് എടുക്കേണ്ടതെന്ന് നോക്കാം. കട ഇതേപോലെ നമുക്ക് ഇതേപോലെയാണ് നമ്മൾ അരിച്ച് എടുക്കേണ്ടത്. ഇതിൻ്റെ തോലൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും കേട്ടോ. കണ്ട, ഇതേപോലെ നമുക്ക് കിട്ടും.
എല്ലാം മുട്ടയൊക്കെ നന്നായിട്ട് ലയിച്ച് ചേർന്നേക്കുന്നതാണ്. നല്ല സ്മെല്ലാണ്. അപ്പൊ നമുക്കിത് എല്ലാവർക്കും ഇത് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കല. കാരണം ചെറുനാരങ്ങ മുട്ട മാത്രമേ ആവശ്യമുള്ളൂ, പിന്നെ ശർക്കര മതി. അപ്പൊ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ചെടികൾക്ക്, ഇപ്പൊ പൂച്ചെടികൾക്കായാലും പച്ചക്കറി ചെടികൾക്കായാലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇതേപോലെ പൂവിട്ടിട്ട് നന്നായിട്ട് പൂവിടാനും അതേസമയം നന്നായിട്ട് കായൊക്കെ പിടിക്കാനൊക്കെ ഏറ്റവും നല്ല ഒരു ജൈവ വളം തന്നെയാണ് ഈ എഗ് അമിനോ ആസിഡ് കേട്ടോ. നമുക്കിനി ഇത് ചെടികൾക്ക് എങ്ങനെയാണ് സ്പ്രേ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിൽ ഒരു 5 ml നമ്മൾ എടുക്കണം. 5 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേയറിൽ ഒഴിച്ചിട്ട് നമുക്ക് ചെടികളുടെ ഇലയമലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് നല്ലൊരു ജൈവ കീടനാശിനിയും കൂടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കീടങ്ങളും പോകും. ചെടിക്ക് നല്ല തണ്ടുമലും ഇലയിലൊക്കെ വീഴത്ത രൂപത്തിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് 5 ലിറ്റർ വെള്ളമാണ് പിടിച്ചിരിക്കുന്നത്. ഇതൊരു 60 ml ആണ്. നമുക്കിപ്പോ 1 ലിറ്ററിന് 5 ml ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കണ്ട ഇതേപോലെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് സ്പ്രേയറിലോട്ട് ഒഴിക്കാം. നമ്മൾ അരിച്ചേക്കണ കൊണ്ട് ഇനി അരിക്കൊന്നും വേണ്ട, നമുക്ക് നേരിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ എയർ നന്നായിട്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. നമ്മ മുളകിനൊക്കെ കണ്ട നമ്മ ഇതേപോലെ നന്നായിട്ട് ഇലകളിലും തണ്ടുമലൊക്കെ വീണ രൂപത്തിൽ നമുക്ക് ഇതേപോലെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമുക്ക് തടത്തിലും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ സ്പ്രേയും മാത്രമല്ല തടത്തിലും നമുക്ക് സ്പ്രേ ചെയ്യാം. ഇതേപോലെ നന്നായിട്ട് കായും പൂവൊക്കെ ഉണ്ടാവും. അപ്പൊ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന എഗ് അമിനോ ആസിഡ് ഉണ്ടാക്കണ വിധമൊക്കെ എല്ലാവരും കണ്ടോല്ലോ. എല്ലാവരും അവരവരുടെ വീടുകളിൽ എഗ് അമിനോ ആസിഡ് ഉണ്ടാക്കി നോക്കണം. ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കണ വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം.
ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.